ആലപ്പുഴ എത്തിയപ്പോൾ തന്നെ എനിക്ക് മസാല ദോശ കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. എൻ്റെ മനസ്സിലെ നോർമൽ ഒരു മസാല ദോശ കഴിക്കണം അങ്ങനെ ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ണാടിക്കൂട്ടിൽ പത്തിരി ഉണ്ടല്ലോ, നെയ്പ്പത്തിരി, അതിരിക്കുന്നതുണ്ട്. അങ്ങനെ രണ്ടെണ്ണം ഞങ്ങളൊരു സ്റ്റാർട്ടർ എന്ന രീതിക്ക് ഓർഡർ ചെയ്തു. ഇതിൻ്റെ കൂടെ ശരിക്കും വല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും നോൺ വെജ് കറി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇത് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും കുഴപ്പമില്ല. ഞാൻ സ്പെഷ്യൽ ഗീ പൊടി മസാല ദോശയും പിന്നെ ഉടുപ്പി സ്പെഷ്യൽ ദോശയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉടുപ്പി ശരവണ സ്പെഷ്യൽ ദോശയോ കേട്ടോ മേടിച്ചത്. മസാല ദോശ കഴിക്കാനുള്ള ക്രേവിംഗ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ദോശ ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ വേറെ കുറേ നല്ല ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ഗീ പൊടി മസാല ദോശയില്ലേ, അതാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത്. ഇഡ്ലിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെതറിയിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് ഗീ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ് ദോശ. ഉള്ളിൽ ആ മസാലയും നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ മസാല ദോശ മേടിച്ചാൽ ഈ സെയിം മസാല തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഇഡ്ലിപ്പൊടിയും ആ ഗീയുടെ മണവും പിന്നെ ആ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ കൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ്. ഇതിൻ്റെ കൂടെ 4 സംഭവങ്ങളാണ് കൂട്ടുകറികളായിട്ട് തന്നേക്കുന്നത്. അതിൽ 3 ചട്നീസും ഒരു സാമ്പാറുമാണ്. പൊതുവേ എനിക്ക് നമ്മുടെ ചമ്മന്തിയില്ലേ, തേങ്ങാ ചമ്മന്തി, അത് ഇഷ്ടമാണ്. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ സാമ്പാറും പിന്നെ നമ്മൾ തട്ടുകടയിലൊക്കെ പോകുമ്പോഴത്തേനും ഒരു ചുമന്ന ചട്നി കിട്ടത്തില്ലേ, സവോളയൊക്കെ കട്ട് ചെയ്തിട്ട്, ആ സാധനവും നല്ലതായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഉടുപ്പി ശരവണ സ്പെഷ്യൽ ദോശയെ. അത് നമ്മുടെ ഒരു പിസ്സയൊക്കെ കഴിക്കുന്ന ഒരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നി. ഉള്ളിൽ നല്ല ചീസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മധുരത്തിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയും ഈ സെയിം തന്നെ 4 സംഭവങ്ങൾ, സാമ്പാറും പിന്നെ തക്കാളി ചട്നിയും പിന്നെ തേങ്ങാ ചട്നിയും പിന്നെ മറ്റേ നമ്മുടെ സവോളയുടെ ഒരു ചട്നിയും ഉണ്ടായിരുന്നു. പിന്നെ ഫിൽറ്റർ കോഫിയും കൂടെ ഞാൻ മേടിച്ചായിരുന്നു. ഞാൻ അങ്ങനെ ഒരു കോഫി പേഴ്സണോ അല്ലെങ്കിൽ ടീ പേഴ്സണോ ഒന്നും അല്ല, ഒരു വൈബിന് അങ്ങ് മേടിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇച്ചിരിയേ കുടിക്കുള്ളൂ, എനിക്ക് ഒത്തിരി അങ്ങനെ കുടിക്കാനൊന്നും പറ്റത്തില്ല. കോഫി നല്ലതായിരുന്നു കേട്ടോ, പക്ഷേ ഇച്ചിരി മധുരം കണ്ടോ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴക്കാർക്ക് ഈ സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും, ശരവണ ഭവനാണ്. എല്ലായിടും ഉണ്ട് ഇവരുടെ ഇത്. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി.